വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ കണ്ണറപ്പാലത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടാണല്ലോ. യെസ്, വളവും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മുടെ സ്വന്തം കണ്ണറപ്പാലം, 13 കണ്ണറപ്പാലം. കണ്ണറപ്പാലങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്, പക്ഷേ ഇതാണ് മെയിനായിട്ടുള്ള 13 കണ്ണറപ്പാലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതായിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് തരംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോര്. ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കണ്ണറപ്പാലത്തിന്റെ അടിയിൽ നമുക്ക് പാർക്ക് ചെയ്യാം. നോക്കട്ടെ, ആരുമില്ല കേട്ടോ. കണ്ണറപ്പാലത്തിന്റെ സൈഡിലുള്ള സ്റ്റെപ്പാട്ടോ, കാണാൻ പോവാ. ഞങ്ങൾ രാവിലെ ഇതുവഴി വന്നപ്പോഴത്തേക്കും ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മണി 7:30 മഞ്ഞ് മൂടി കിടക്ക്. താഴെ നമ്മുടെ കല്ലടയാറ് മോളിൽ കയറി ഒന്നുകൂടി നന്നായിട്ട് കാണാം കേട്ടോ. കണ്ണറപ്പാലത്തിനടുത്ത് തുരങ്കം കേട്ടോ ഇത്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ 13 കണ്ണറപ്പാലം. മമ്മി മടുത്തു സ്റ്റെപ്പ് കയറി. ഇതാണ് നമ്മുടെ 13 കണ്ണറപ്പാലം. ഇത് 1887 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. അന്നേ ഉള്ള റെയിൽവേ പാലമാണ്. മോളിൽ നിന്നുള്ള വ്യൂവാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ പണി തുടങ്ങുന്നത് മമ്മി ബാക്കി ഇരിപ്പുണ്ട്. മമ്മി മടുത്തു സ്റ്റെപ്പ് കയറിയിട്ട്. അപ്പോൾ 1887 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. നമ്മുടെ പുനലൂർ പാലം 77 ഈ പാലം പണിയുന്നത് 1887. അപ്പോൾ പാലമല്ല, റെയിൽവേ വരുന്നത്, റെയിൽവേയുടെ പണി തുടങ്ങുന്നത് ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ കൊല്ലത്ത് നിന്ന്, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ചരക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു റെയിൽവേ ക്രോസ് ആണിത്. അതുപോലെ തന്നെ നമ്മുടെ റോഡും, താഴെ കാണുന്ന റോഡില്ലേ, അതും സെയിം നമ്മുടെ ചരക്കിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ പണിതാണ് ഈ റോഡൊക്കെ. എന്നിട്ട് പിന്നെന്താ, ഇത് സുർക്കി കൺസ്ട്രക്ഷൻ മെത്തേഡിലാണ് ഈ ഒരു പാലം പണിതേക്കുന്നത്. ഫുള്ള് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഇത് പണിതപ്പോൾ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ബ്രോഡ് ഗേജിലേക്ക്, മീറ്റർ ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ ഇവർ ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് ഈ പാലം. അപ്പോൾ അന്ന് വരെ എന്താ, നമ്മുടെ സിമെൻറ്റ് മിക്സ് ചെയ്യാണ്ട് കരിങ്കല്ലും കൊണ്ട് ആയിരുന്നു ഈ പാലം പണി. ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ വരുന്ന വഴിക്ക് 3-4 സ്ഥലത്ത് സെയിം പ്രൊസീജിയറിൽ പണിതിട്ടുണ്ട്. കേരളത്തിലെ കൊല്ലവും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പണിതതാണ് ഈ ഒരു റെയിൽവേ. ആദ്യത്തെ കേരളത്തിലെ ലോങ്ങസ്റ്റ് റെയിൽവേ ആണ്. പിന്നെ നമ്മുടെ ആര്യങ്കാവ് കഴിഞ്ഞിട്ട് 1.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കം, പിന്നെ അല്ലാണ്ട് വേറെ 2 തുരങ്കം, ടോട്ടൽ 3 തുരങ്കം കേട്ടോ ഉള്ളത്. അപ്പോൾ റെയിൽവേ തുരങ്കങ്ങളുടെ ഒരു നല്ലൊരു സ്ഥലമാണ്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ ടണൽ. എനിക്കിങ്ങനെ ഈ റെയിൽവേ ക്രോസിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒറ്റ ലൈനിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. വീഴുമെന്നുള്ള പേടി കാരണം നടക്കാത്തതാ. ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞങ്ങൾ ഇതുവഴി ട്രെയിനിന് പോയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വരെ 4 മണിക്കൂർ, 3.5-4 മണിക്കൂർ എടുക്കുന്നു എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഗിൾ ലൈൻ ട്രാഫിക്കാണ് നമ്മുടെ ഈ ഒരു റെയിൽവേയിലുള്ളത്. അപ്പോൾ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഒരു സ്റ്റേഷനിൽ ഒരു ട്രെയിൻ പിടിച്ചിട്ടിട്ടാണ് അടുത്ത ട്രെയിൻ ക്രോസ് ചെയ്യുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ളത്, പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്കുള്ളതോ അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ നിന്ന് പുനലൂരേക്കുള്ളതോ ഏതെങ്കിലും ഒരു ട്രെയിൻ പിടിച്ചിട്ടിട്ട് ആയിരുന്നു അത് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലൈനിൽ ട്രെയിൻ യാത്രയ്ക്ക് സമയം എടുക്കുന്നത്. അപ്പം ഞങ്ങളിത് അകത്തേക്ക് പോവാണ്. ഇത് കുഞ്ഞു തരംഗം കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് കാണാം.
സൈഡിലെത്തി. ഇതിലൊക്കെ ട്രെയിനിന് വന്നാൽ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. രണ്ട് സൈഡിലും കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രെയിൻ നല്ല സ്ലോയിലാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ മറ്റേ നീലഗിരി ട്രെയിൻസ് ഇല്ലേ, നീലഗിരി ട്രെയിൻ 10 കിലോമീറ്റർ ആണെങ്കിൽ ഇതൊരു 30-40 കിലോമീറ്റർ അകത്ത് ആ ഒരു സ്പീഡ്. 30-40 കിലോമീറ്റർ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇറങ്ങാൻ പറ്റും, ഒരു 20 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ. കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റും, ചോദിച്ചാൽ അപകടമാണ്. പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും. ആ ഒരു രീതിയിലാണ് ഇതുവഴി ട്രെയിൻസ് പോകുന്നത്. പിന്നെ ഡീസൽ എൻജിൻസ് ആണ് ഇവിടെ, ഇലക്ട്രിക് ലൈൻസ് ഒന്നും ഇല്ല. സാധാരണ ഇപ്പം എല്ലാ ട്രെയിൻസും കൊങ്കൺ ഒഴിച്ച് ബാക്കിയെല്ലാം ഇലക്ട്രിക് ലൈൻസ് ആണ്. ഏകദേശം എല്ലാം തന്നെ ഇലക്ട്രിക് ലൈൻസ് ആണ്. പക്ഷേ ഇവിടെ ഡീസൽ എൻജിൻസ് ആണ്. അപ്പം പതുക്കെയാണ് പോകുന്നത്. ഒരുപാട് വ്യൂസ് നമുക്ക് കാണാം. രണ്ട് സൈഡിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമുക്കിങ്ങനെ കണ്ണെടുക്കാണ്ട് കണ്ടിരിക്കാൻ പറ്റും. ബോറടിക്കില്ല. ഓരോ ഇതും സെയിം ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും സെയിം അല്ല. കുറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്ഥലത്ത് ഇതാണ് തുരങ്കമാണ്, കുറേ സ്ഥലത്ത് പ്ലാന്റേഷൻസ് ആണ്, കുറേ സ്ഥലത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പം പ്ലാന്റേഷൻസ് ആണ്, റബ്ബർ, തേക്ക്, പിന്നെ ഗ്രാമ്പു, നമ്മുടെ കുരുമുളക്. പിന്നെ ഒരു സൈഡിൽ അരുവിയാണ്, നമ്മുടെ കല്ലടയാറാണ്. അതിൻ്റെ അപ്പുറത്തും റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. റിസർവ്ഡ് ഫോറസ്റ്റ് അവിടെയും മലകളാണ്. കണ്ടു, ഈ സൈഡും മലകളാണ്. അടുത്ത ചെറിയ തുരങ്കമാണ്. അടുത്ത തുരങ്കം, 3 തുരങ്കം ഒന്നിച്ചാട്ടോ ഇവിടെ. നമ്മുടെ കണ്ണറപ്പാലത്തിൽ നിന്ന് ഞങ്ങൾ നടന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇവിടെ ഒരു പാലമുണ്ട്. ഇവിടെ റോഡ് വൈഡനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സൈഡിൽ നിന്ന് റെയിൽവേക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ സൈഡിൽ നിന്ന് അവർ കട്ട് ചെയ്തെടുക്കാം. പിന്നെ പാറയാണ്, അപ്പം കട്ട് ചെയ്തെടുക്കാനായിട്ട് അവർ അലോ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ താഴത്തെ കല്ലടയാറിൻ്റെ താഴേന്ന് പണിത് വരികയാണ്. ഇവിടെ 100 കുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടണലുണ്ട്. മമ്മിക്കറിയാം ഏകദേശം 8 എണ്ണം ഉണ്ടെന്ന്. ഇത് മൂന്നാമത്തെ ടണലിൻ്റെ എൻട്രിയാണ്. ഞങ്ങൾ കയറിയതിൽ മൂന്നാമത്തേത്. ഇതാ അപ്പുറത്തെ സൈഡ് കണ്ടോ, നല്ല രസമാട്ടോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് നേരം നമുക്കിവിടെ നിൽക്കാനൊക്കെ തോന്നും. ഇത് കുറച്ച് ലെങ്ത് കൂടിയതാട്ടോ. ഇതിനകത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ അകത്തേക്ക് കയറുന്നില്ല, തിരിച്ചു പോവുകയാണ്. കാരണം മമ്മിയും കൊണ്ട് എനിക്കിനി തിരിച്ച് നടക്കണം. അപ്പം ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറുന്നില്ല. ഏകദേശം ഒരു 1 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 212 മീറ്ററാണ്. ഇത് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് 212 മീറ്ററാണ്. അപ്പം ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറുന്നില്ല. അപ്പം ഇവിടുത്തെ മൂന്നാമത്തെ ടണൽ. ഞങ്ങൾ തിരിച്ചു പോട്ടെ, തിരിച്ചു പോവാട്ടോ. നമ്മുടെ താഴത്തെ റോഡ്. തണുത്ത കാറ്റടിച്ചിട്ടേ നമ്മളിങ്ങനെ ചുമ്മാ നടക്കുവാണെങ്കിൽ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്. ഇന്ന് ചെവി അടയുന്നു. ചെവിക്കകത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, നിന്നങ്ങ് മൂളുവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കുറച്ചുകൂടി നമ്മുടെ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെയും തണുപ്പ് കൂടത്തേ ഉള്ളൂ. നമ്മുടെ ഈ കറവ് വരുന്ന ഭാഗത്തേണ്ട അത് 2 ലൈൻ കൊടുക്കാറുണ്ട്. എന്തിനാണെന്നറിയോ, ട്രെയിൻ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ലൈൻ കൊടുക്കുന്നത്. ഇതുണ്ടോ, ടണല് തുടങ്ങുന്ന ഭാഗത്ത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഇവർ നെറ്റ് ഇടാറുണ്ട്. ഇത് കമ്പിയാട്ടോ, കമ്പിയും കൊണ്ടുള്ള നമ്മുടെ ഇലക്ട്രിക് കമ്പികളില്ലേ അതുപോലത്തെ നെറ്റാണ്.
എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും കാരണവശാൽ പാറ ഇടിയാണ് എന്നുണ്ടെങ്കിൽ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ കൊങ്കൺ റെയിൽവേയിലൂടെ പോകുമ്പോഴും സെയിം സാധനം കാണാം കേട്ടോ. കൊങ്കണിലൊക്കെ ഫുൾ നമ്മൾ നെറ്റ് വിരിച്ചേക്കുന്നതാണ് കാണുന്നത്. ഇതിപ്പോൾ ഇത് ടണൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ ഇതിപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഒറ്റക്കമ്പിയുടെ മുകളിൽ കൂടെ നടക്കാനായിട്ട് ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരിക്കുന്നു. കുറേ വർഷങ്ങൾ കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു. ഇവിടെ നമ്മുടെ നീരുറവയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് വരികയാണെങ്കിൽ വെള്ളം ഉണ്ടാവും. ഒരു ചെടിയുണ്ടോ, ഇലയൊന്നുമില്ല, ഇതിൽ പൂ മാത്രമേ ഉള്ളൂ, മൊട്ടും പൂവും മാത്രമേ ഉള്ളൂ. കന്നടപ്പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മുടെ റോഡ്, പാലം, അതിനോട് ചേർന്ന റോഡ്, അതിനോട് ചേർന്ന് നമ്മുടെ ആറ്. അപ്പോൾ എല്ലാം കൂടി മൂന്നും കൂടി ഒന്നിച്ചുള്ളൊരു സ്പോട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ എല്ലാവരും പോകുന്ന ഒരു മെയിൻ സ്ഥലമാണ് റോസ്മല. അതിൻ്റെ നേരെ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്. നമ്മുടെ തമിഴ്നാട് ഫുള്ളായിട്ട് കാണാൻ പറ്റും, നമ്മുടെ തിരുനെൽവേലി ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക തിരുനെൽവേലി ഡിവിഷൻ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലമുണ്ട്. അപ്പോൾ റോസ്മലയല്ല, റോസ്മലയുടെ നേരെ അപ്പുറത്താണ്. അപ്പോൾ അവിടെ നിന്ന് പോകാനായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ വേണം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം, വേറൊരു ദിവസം ഇറങ്ങാം. പിന്നെ സ്ഥിരം വരുന്ന പരിചയമുള്ള സ്ഥലം ആയതുകൊണ്ടാണ്, സ്ഥിരം വരുന്നൊരു പരിചയമുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ കുറച്ചൊന്ന് ബ്രീഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ വെച്ച് ഈ വീഡിയോ എൻ്റെ ആണ്. വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയാം കേട്ടോ. ഞങ്ങളിങ്ങനെ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്.